വെൽക്കം ബാക്ക് ടു മൈ സെറീൻ സ്പേസ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് വ്ളോഗിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഇവിടെ വെയിറ്റിങ്ങിലായിരുന്നു. എന്തായാലും നമ്മൾ അവിടെ നിന്ന് കഴിച്ചില്ല, ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി, നന്നായിട്ട് വിശപ്പുള്ളതുകൊണ്ട് എന്തായാലും ഇറങ്ങി വേറെ എവിടെന്നെങ്കിലും കഴിക്കാമെന്നുള്ള പ്ലാനിൽ. അപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള നമ്മുടെ ബാഗ് റിപ്പയർ ചെയ്യാൻ കൊടുത്ത ഷോപ്പുണ്ടല്ലോ, ആൽഫ സർവീസസ്, അവിടെ കയറിയിട്ട് ബാഗും വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ 3 ബാഗിനും കൂടെ 250 റുപ്പീസാണ് ആയത്. അത്യാവശ്യം നീറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ബാഗും വാങ്ങി. വേറെ കവറൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ആ ഹാൻഡ് ബാഗ് ടോട്ട് ബാഗിൽ തന്നെ എല്ലാം കൂടി ഞാൻ കുത്തിക്കയറ്റി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ബിരിയാണി ആണ് ഇന്ന് കഴിക്കുന്നത്. ഞാനൊരു ചിക്കൻ ബിരിയാണിയും സിസ്റ്റർ ഒരു ബീഫ് ബിരിയാണിയും പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന സിലോൺ ബേക്ക് ഹൗസിൽ തന്നെ വന്നു കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണിത്. വേറൊരു റെസ്റ്റോറൻറ്റ് നോക്കിയപ്പോൾ അതാണ് ആദ്യം കണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ സിസ്റ്റർ കുറേ നാളായി ഇവിടെ വന്നിട്ട്, അപ്പോൾ എന്നാൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാട്ടോ. ഈ വാട്ടർ ബോട്ടിൽസൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സിപ്പർ ഉള്ളതും പിന്നെ കുറച്ച് ഒരു 600 ml എങ്കിലും കൊള്ളുന്നതുമായിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ബ്രാൻഡിൻ്റെ നോക്കിയിട്ട് എനിക്കങ്ങനെ അത്ര ഒരു ഇത് തോന്നിയില്ല. അപ്പോൾ ഞങ്ങളത് വാങ്ങിച്ചില്ല. പിന്നെ ലഞ്ച് ബോക്സ് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലഞ്ച് ബോക്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സ്നാക്ക് ബോക്സ് അല്ല, പെൻസിൽ ബോക്സും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കാറിൻ്റെ ഷേപ്പ് അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്നേരം ഒരുപാട് അങ്ങോട്ട് നോക്കിയില്ല കേട്ടോ ശരിക്കും. എന്നിട്ട് ഞാൻ പാറുവിന് ഒരെണ്ണം വാങ്ങിച്ചു. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റത് വാങ്ങിക്കാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് എനിക്ക് അതാണ് വാങ്ങിക്കാൻ തോന്നിയത്. അതങ്ങ് വാങ്ങിച്ചു കേട്ടോ. അവൾക്ക് മറ്റതാവുമ്പം കുറച്ചുകൂടെ ഇഷ്ടപ്പെടുമായിരുന്നു എന്നൊക്കെ എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തോന്നിയിട്ട് കാര്യമില്ലല്ലോ, ഇപ്പോൾ നമുക്ക് ഓടിപ്പോയി വാങ്ങിക്കാൻ പറ്റില്ല. അപ്പം സിസ്റ്റർ അവളുടെ മോന് വേണ്ടിയിട്ടോ, അതും LKG തന്നെയാണ്, പാറുവിൻ്റെ കുഞ്ഞുണ്ണി. അപ്പോൾ ആൾക്ക് നോക്കിയിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ പിള്ളേർ കഴിക്കുന്നതും പിന്നെ എന്ത് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ. പക്ഷേ അങ്ങനെ നോക്കിയിട്ട് ഒന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഒന്നും കൂടെ നോക്കിയിട്ട് വാങ്ങിക്കാം എന്നുള്ള ഇതിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ട്രാവൽ ബാഗ് ഞാൻ ആദ്യമേ നോക്കിയിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ആ ബാഗിൻ്റെ ഫോട്ടോ ജസ്റ്റ് കാണിക്കാം കേട്ടോ. ഞാൻ ഷൈച്ചേട്ടന് ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ. പിന്നെ ഞാൻ ഈ വ്ളോഗിൽ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ ഒക്കെ ഒരു ഹോൾ വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ, എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ്. അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ഒരു ബാഗാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അതും വാങ്ങിച്ചു. പിന്നെ എനിക്കൊരു കുട്ടി പേഴ്സ് വാങ്ങിക്കണമായിരുന്നു, ചില്ലറ പൈസയും അങ്ങനെ കുറച്ച് പൈസയൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട്, നമ്മുടെ ബാഗിൽ സൂക്ഷിക്കാൻ. ആ പേഴ്സും വാങ്ങിച്ചു കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതും ഞാൻ കാണിച്ചു തരാമേ. പിന്നെ ഞങ്ങളിതാ സിസ്റ്ററായിട്ട് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ ബ്രോഡ്വേയിൽ നടക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഫുട്പാത്തൊക്കെ ഭയങ്കര നാരോ ആണ്. അതും ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ കടയിൽ നിന്ന് ഇറക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഭയങ്കര കുറവാണ് സ്ഥലം. പക്ഷേ എനിക്ക് ഈ വഴി വന്ന് കുറച്ച് നടന്ന് ഈ തിക്കിലും തിരക്കിലൊക്കെ പോയി കഴിയുമ്പോഴല്ലോ ഒരു വല്ലാത്ത സന്തോഷമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ നാളായി ഇങ്ങനെ വന്ന് ഫ്രീ ആയിട്ട് നടന്നിട്ട്. എപ്പോഴും പാറു ഷൈച്ചേട്ടനും ഉണ്ടെങ്കിൽ ചിലപ്പോൾ പാറുവിനെ കൊണ്ടുവരാതെയാണ് വരുന്നതെങ്കിൽ ഷൈച്ചേട്ടൻ്റെ കൂടെ ആയിരിക്കും ഞാൻ വരാം. ഷൈച്ചേട്ടനാണെങ്കിൽ ഇങ്ങനെ തിരക്കി പോകാനും ഒരുപാട് നടക്കാനും ഒന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. പിന്നെ എനിക്ക് വേണ്ടിയിട്ടാണ് ഇവിടേക്കൊന്നും വരുന്നത്. അപ്പോൾ ആളധികം ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനാണെങ്കിൽ അധികം ഒന്നും പോകില്ല. ജസ്റ്റ് കുറച്ചൊന്ന് പോയിട്ട് ആൾക്ക് ബോറടിച്ച് തോന്നിയെന്ന് വരുമ്പോൾ ഞങ്ങൾ വേഗം പോരും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ അനിയത്തിയുടെ കൂടെയാണ് വന്നേക്കണേ. ഞങ്ങളിങ്ങനെ കറങ്ങി അടിച്ച് നടന്ന് നല്ല ശീലമുള്ള ആൾക്കാരാണ്. പക്ഷേ എന്നാൽ പോലും ഗീതുവിനും ബോറടിക്കും കേട്ടോ വേഗം. അവളെപ്പോഴും ഇവിടെ അത്യാവശ്യമൊക്കെ വരുന്നതല്ലേ. എനിക്ക് അങ്ങനൊരു ബോറടിയേ ഇല്ല. എൻ്റെ വേറൊരു സിസ്റ്റർ ഉണ്ട്, ലക്ഷ്മി മോളു. അപ്പോൾ അവൾക്കും വലിയ ബോറടിയൊന്നുമില്ല, കുറേ നേരം വേണമെങ്കിൽ നടക്കും കേട്ടോ. അപ്പം ഞങ്ങൾ പക്ഷേ മാക്സിമം കുറേ നേരം നടന്നു എന്നിട്ടാണ് പോയത്. എന്നാൽ പോലെ എനിക്ക് മടുക്കില്ല കേട്ടോ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ. എന്തൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്, ഒരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ. അപ്പം ആ കടയിൽ പോയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി 2 മഗ് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക് കണ്ടപ്പോൾ. കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അന്നേരം തോന്നിയ ആ ഒരു 2 എണ്ണം വാങ്ങിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ജ്യൂസ് സ്ട്രീറ്റിലേക്ക് പോയി. അപ്പോൾ കുറച്ച് നട്ട്സും സ്പൈസസൊക്കെ നോക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ജ്യൂസ് സ്ട്രീറ്റിൻ്റെ എൻഡിലേക്ക് പോകുമ്പോൾ ഈ ജ്യൂസ് സ്ട്രീറ്റിൽ ഈ നട്ട്സും സ്പൈസസിൻ്റെ ഷോപ്സ് കൂടാതെ ബാഗ്സിൻ്റെ ഇങ്ങനെ കുറേ ടൈപ്പ് ഷോപ്സ് ഉണ്ട് കേട്ടോ. പക്ഷേ ഈ നമ്മൾ ഇതുപോലത്തെ നട്ട്സൊക്കെ വാങ്ങിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ഏരിയ ആണ് ബ്രോഡ്വേയിൽ ഇത്.
വലിയ ഷോപ്സ് ഉണ്ട് ഇവിടെ. കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ബ്രോഡ്വേ മൊത്തം ഉണ്ട്, പക്ഷേ ഇത് വലിയ ഷോപ്സ് ഉണ്ട്. നല്ല ക്വാളിറ്റി സാധനങ്ങൾ നല്ല റേറ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ബ്രോഡ്വേ ജൂ സ്ട്രീറ്റിൻ്റെ എൻഡിൽ മാർക്കറ്റ് റോഡിലേക്ക് കയറുന്ന സ്ഥലത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഒരു വറകട സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞും കൂടെ ഒന്ന് വരുമ്പം ഇങ്ങനൊരു ഷോപ്പ് കാണാം കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ ഓർക്കണില്ല. അപ്പം ഇവിടെ എനിക്ക് പേര് അറിഞ്ഞുകൂടാ, കട കണ്ടാലേ അറിഞ്ഞുകൂടും. അവിടെ റീറ്റെയിലേഴ്സൊക്കെ വാങ്ങിക്കുന്ന കടയാണ്. അപ്പോൾ അച്ഛൻ കട നടത്തിയിരുന്നപ്പോൾ ഇവിടെ നിന്നാണ് നട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് പരിചയമുള്ളതാണ്. അപ്പം ഞാനിവിടെ വന്നിട്ടുണ്ട് ഇതിന് മുമ്പ്. അപ്പോൾ ഞാനും സിസ്റ്ററും കൂടെ അവിടെ വന്നു, സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നട്ട്സ്, സ്പൈസസ് ഒക്കെ നല്ല റേറ്റിന് കിട്ടും കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റാണ്. നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ സെയിം സാധനം നല്ല വ്യത്യാസമുള്ള റേറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ നാട്ടിൽ വരുന്ന സമയത്ത് സമയം പോലെ ഇവിടെ വരാൻ പറ്റുവാണെങ്കിൽ ഞാൻ കുറച്ച് നട്ട്സ് സാധനങ്ങളും കുറച്ച് നാളത്തേക്കുള്ള വാങ്ങിച്ചുകൊണ്ട് പോകും. കാരണം നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല വില കൊടുത്താൽ വാങ്ങിക്കണേ. അതിലൊരു കമ്പാരിറ്റീവ്ലി നല്ലതും ഒക്കെ ഇവിടെ നിന്ന് കിട്ടും. അപ്പം ഞാനും നട്ട്സ് വാങ്ങിച്ചു, കാഷ്യൂ നട്ട്സ്, പിസ്ത, അങ്ങനെ 2-3 സാധനങ്ങളൊക്കെ ഞാനും വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് എന്നാൽ പോകാം എന്ന് പറഞ്ഞ് നടന്നപ്പോൾ ഞാനിതിൻ്റെ ഇടയ്ക്ക് 100,000 ഷോപ്പിൽ കയറി ജസ്റ്റ് ഓടിപ്പോയി എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് വന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ മാത്രം കുറേ നേരം നിന്നത് ഈ ഷോപ്പിലാട്ടോ, ഫാബ് ആൻഡ് ഹോം എന്ന് പറഞ്ഞൊരു ഷോപ്പ്. അപ്പോൾ ഇവിടെ ഈ ഹോം ഫർണിഷിങ്ങിലുള്ള കുറേ സാധനങ്ങളുടെ ഒരു ഷോപ്പാണ്. അപ്പോൾ പണ്ട് ഇത് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് വന്നിരുന്ന സമയത്തൊന്നും ഈ ഷോപ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഇതിപ്പം റീസെൻ്റായിട്ട് തുടങ്ങി. റീസെൻ്റായിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് നാളായിട്ടുണ്ടാവും. ഇപ്പം എനിക്കിത് പുതിയതാണ്. അപ്പം ഞാനിവിടെ കയറിയത് വാൾ പോക്കറ്റ് ഉണ്ടല്ലോ, ഹാങ്ങിങ് ആയിട്ടുള്ള, അത് ഫ്രണ്ടിൽ ഡിസ്പ്ലേ കണ്ടിട്ട് അതിൻ്റെ ഒരു ഇത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ കയറിയത് എനിക്ക് അകത്ത് കയറിയപ്പോഴും അത്യാവശ്യം നല്ല കളക്ഷൻ തോന്നി എല്ലാത്തിനും. ചിലതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്, പക്ഷേ റീസണബിൾ റേറ്റ് ആണെന്ന് എനിക്ക് തോന്നി കേട്ടോ, മെറ്റീരിയലൊക്കെ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വാൾ പോക്കറ്റ് വാങ്ങിച്ചു, പിന്നെ ബെഡ്ഷീറ്റ് വാങ്ങിച്ചു, കുഷൻ കവർ വാങ്ങിച്ചു, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഒരുപാട് സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ റേറ്റും പിന്നെ നമുക്ക് ആവശ്യമുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഷോപ്പിൽ കയറുമ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇപ്പം ആൾക്കാർ ഇപ്പോൾ പറയും തള്ള വൈബാണെന്നുള്ളത്, അത് വേറെ എവിടെ നിൽക്കട്ടെ. എനിക്ക് ഇങ്ങനത്തെ അസ്തറ്റിക് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. അങ്ങനെ തെണ്ടലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ കുറച്ച് ഫോട്ടോസും കൂടെ എടുത്തിട്ട് ഇവിടെ വന്നിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.